ഞാനൊരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിലിപ്പം ഞാൻ കടുക് പൊട്ടിച്ചതിന് ശേഷം സവാളയും കോവയ്ക്കകത്ത് സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇത് എന്നിട്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് ചെറുതായിട്ട് ചെറിയ സിമ്മിലിട്ടതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ഗോവയ്ക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. അതായത് ഒന്ന് ചൂടായിട്ടൊക്കെ വരുമ്പം നടുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു നുള്ളി ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് മുളക് പൊടി ഇടാം. എന്നിട്ട് അത്യാവശ്യം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ അതിങ്ങനെ കുറച്ച് ഫ്രൈ ആയിട്ട് അടച്ച് വെച്ചേക്കണം കേട്ടോ. ഫ്രൈ ആയിട്ട് വരും. അപ്പം ചിലർക്ക് കുറച്ച് നന്നായി ഫ്രൈ ആക്കണമെങ്കിൽ ഫ്രൈ ആക്കാം. ഞാനിപ്പം ഇത്രയൊക്കെ ആക്കിയിട്ടില്ല കേട്ടോ.